ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൻ്റെ ഈ വേളയിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമുക്കൊരവസരം കൂടെ നൽകിയതിന് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ദൈവം ഒരുവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ എങ്ങനെയൊക്കെ അനുഗ്രഹിക്കാം, ദൈവം എങ്ങനെയൊക്കെ അനുഗ്രഹിക്കും എന്നുള്ളതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെ ദൈവത്തിന് വളരെ സ്നേഹമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെയും ദൈവത്തെ അനുസരിക്കുന്നവരെയും ദൈവത്തെ ആരാധിക്കുന്നവരെയും ദൈവത്തിന് വലിയ സ്നേഹമാണ്. ദൈവം അവരെ അളവറ്റ് സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു അനുഭവം നമുക്ക് യെശയ്യാവെന്ന പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കാണുവാൻ സാധിക്കും. അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്താക്കിയ ഒരു രാജാവാണ് കോരശ്. ആ കോരശ് എന്ന് പറയുന്ന രാജാവിനുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പുറപ്പെടുന്ന ആ രാജാവിന് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ഒരുക്കി കൊടുക്കും എന്നവിടെ ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. കോരശ് രാജാവിനോട് ദൈവം പറയുന്നത്, ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. സ്തോത്രം. നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെടുന്നവൻ്റെ കൂടെ ദൈവമുണ്ട്. അവൻ്റെ മുൻപിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും വെട്ടിമാറ്റി വഴികൾ സുഗമമാക്കി കൊടുക്കുവാൻ ദൈവം തന്നെ ദൂതന്മാരെ അങ്ങനെയുള്ളവർക്ക് മുൻപേ അയക്കും. കാരണം അവരിൽ കൂടെ ദൈവത്തിന് ചില പ്രവൃത്തികൾ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരായി, ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരായി, ദൈവത്തിൻ്റെ അംബാസഡേഴ്സായി അവർ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടത്തേണ്ടതിന് മുന്നിട്ടിറങ്ങിയവരായതുകൊണ്ട് അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെയാണ്. സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. സ്തോത്രം. ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം നോക്കിക്കേ, എത്ര വലുതാണ്. ദൈവം പറയുന്നു, ഞാൻ കോരശിനോടാണ് പറയുന്നത്, കോരശേ, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. നീ കടന്നു പോകുമ്പോൾ നിന്റെ യാത്ര സുഗമമാകേണ്ടതിന്, നിനക്ക് ഒരു ക്ലേശവും കൂടാതെ പ്രയാണം ചെയ്യേണ്ടതിന് ഞാൻ നിനക്ക് മുൻപേ ഉള്ള ദുർഘടങ്ങളെ നിരപ്പാക്കും. സ്തോത്രം. രണ്ടാമത് പറയുന്നു, താമ്രവാതിലുകളെ തകർക്കും. ഏറ്റവും ശക്തിയേറിയ ബലമേറിയ വാതിലുകൾ, ചെമ്പുകൊണ്ട് പണിതീർത്ത വാതിലുകൾ, അത് തകർക്കുവാൻ, അതിനെ തുറക്കുവാൻ മനുഷ്യർക്ക് കഴിയാതിരിക്കെ ദൈവം താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പ് ഓടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. സ്തോത്രം. എത്ര വലിയ ശക്തിയേറിയ ഓടാമ്പലുകൾ ദൈവമക്കളുടെ മുൻപിൽ ശത്രു ഉണ്ടാക്കി വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും, എത്ര വലിയ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിയാലും ദൈവം ഒന്ന് നോക്കിയാൽ മതി, അതെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. ഇതാ നമുക്ക് മുൻപേ നമ്മുടെ ദൈവം കടന്നു പോകുന്നു. ഇവിടെ കോരേശിനെ നമുക്ക് മാറ്റി നിർത്തി ആ സ്ഥാനത്ത് നമ്മെ ഓരോരുത്തരെയും ഒന്ന് നിർത്തി നോക്കാം. സ്തോത്രം. ഇത് കോരശിനോടുള്ള വാഗ്ദത്തമാണെങ്കിലും നമ്മളോട് ഓരോരുത്തരിനുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമായി ഇതിനെ കാണണം. കോരശിൻ്റെ സ്ഥാനത്ത് ഞാനും നിങ്ങളുമാണെങ്കിൽ ഈ വാഗ്ദത്തം നമുക്കും പ്രാപിക്കുവാൻ സാധിക്കും. ദൈവം നമുക്ക് മുമ്പായി കടന്നു പോകും.
നമുക്കെതിരെ വെല്ലുവിളിക്കുന്ന, നമുക്കെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് കെൽപ്പും ശക്തിയും ഒന്നുമില്ല. എന്നാൽ നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം, നാം വിളിച്ചാൽ ഓടി വരുന്ന ദൈവം, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ദൈവം ഇതാ നമുക്ക് മുൻപായി കടന്നുപോയി ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചുകളെയും. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദിവസം ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ അവസ്ഥകൾ നന്നായി അറിയും. ദൈവം നമ്മളെ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ആ വിളി അനുസരിച്ച് നാം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിശ്ചയമായും നമുക്ക് യാത്ര സുഗമമാക്കി തരേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരെ നമുക്ക് മുൻപായി അയക്കും. സ്തോത്രം. അതുമാത്രമല്ല, ഇവിടെ പിന്നെയും പറയുന്നത്, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും. സ്തോത്രം. വിളിച്ചവൻ എത്ര വിശ്വസ്തനാണെന്ന് നമുക്കൊരു ഉറപ്പ് നൽകേണ്ടതിന് ദൈവം പറയുന്നു, ഞാൻ നിനക്ക് യാത്ര സുഗമമാക്കുക മാത്രമല്ല, നിന്റെ മുൻപുള്ള തടസ്സങ്ങൾ മാറ്റുക മാത്രമല്ല, ഇതാ ഞാൻ നിനക്ക് നീ ഒരിക്കലും സ്വപ്നം കാണാത്ത, ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം ഒന്ന് കൽപ്പിച്ചാൽ, ദൈവം ഒന്ന് മനസ്സ് വെച്ചാൽ, ദൈവം നമ്മോടൊന്ന് കരുണ കാണിച്ചാൽ നമ്മുടെ ജീവിതം മാറി മറിയും. വിവിധമായ ക്ലേശങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്നത്, എന്നാൽ ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെവിടെയുണ്ടെന്ന് ദൈവത്തിന് അറിയാം. അത് നമ്മുടെ പക്കൽ എത്തിച്ച് നമ്മളെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും എന്നാണ് അതിൻ്റെ സാരം. സ്തോത്രം. നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തെ അനുസരിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവം പറയുന്ന രീതികളിൽ നാം മുമ്പോട്ട് പ്രയാണം ചെയ്താൽ നമുക്ക് വേണ്ടി ദൈവം നമ്മുടെ യാത്ര ശുഭകരമാക്കി തീർക്കും. സ്തോത്രം. നല്ലൊരു ശുഭയാത്ര നമുക്ക് ലഭിക്കും. അതുവഴി അനുഗ്രഹങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ വലങ്കയ്ക്ക് ദൈവം പിടിക്കട്ടെ. നമുക്ക് മുൻപേ ദൈവം തന്നെ കടന്നു പോകട്ടെ, തൻ്റെ ദൂതന്മാരെ അയക്കട്ടെ, ദുർഘടങ്ങളെയും താമ്രവാദികളെയും തകർത്ത് എല്ലാം നിരപ്പാക്കി തരട്ടെ, ഗുപ്തനിധികളെയും ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും ദൈവം നമുക്ക് നൽകട്ടെ. ഇന്ന് ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരോട് എനിക്ക് ധൈര്യമായി പറയുവാൻ കഴിയും, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ മഹത്വം ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം മറുപടി ലഭിക്കും. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന് കാരണം മുഖപക്ഷമില്ല. ആ മുഖപക്ഷമില്ലാത്ത ദൈവത്തെ സേവിക്കുന്നതും സ്നേഹിക്കുന്നതും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ആമേ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, സമയത്തിനായിട്ട് അടിയങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളെ അങ്ങ് കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുൻപോട്ടുള്ള പ്രയാണത്തിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ അങ്ങ് കർത്താവെ മുൻപേ കടന്നു പോകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളഞ്ഞ് ദുർഘടങ്ങളെ നിരപ്പാക്കി അങ്ങ് കർത്താവെ ഞങ്ങൾക്ക് സുഗമമായ ഒരു യാത്ര ഒരുക്കുന്നതിനാണ് സ്തോത്രം. അതും പോരാ എന്ന് തോന്നിയിട്ട് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും ഗുപ്തനിധികളെയും നൽകി ഞങ്ങളെ മാനിക്കാമെന്ന് കർത്താവെ അങ്ങ് പറഞ്ഞതിനാണ് നന്ദി കർത്താവെ. ഹല്ലേലൂയ.
അതെല്ലാം ദൈവമക്കളുടെ വാഗ്ദത്വവും അവകാശവുമായിരിക്കാൻ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾക്കെല്ലാം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സ്തോത്രം കർത്താവേ. പലവിധമായ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും ആമേ കർത്താവ് ഹല്ലേലൂയ നിലവിളിക്കുന്ന ആമേ കർത്താവ് ഹൃദയം തകർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ, അവരുടെ ഹൃദയത്തിൽ സന്തോഷം നൽകണമേ. അവരാഗ്രഹിക്കുന്ന പോലെയുള്ള ആമേ അനുഗ്രഹിക്കപ്പെട്ട ആമേ വഴികൾ സ്വർഗം തുറന്നു കൊടുത്ത് അവരെ സഹായിക്കണമേ. ദൈവമേ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഹല്ലേലൂയ അവർക്ക് അത്ഭുതത്തിൻ്റെ വഴികൾ തുറന്നു കൊടുത്ത് അവരെ സഹായിക്കണമേ. ആമേൻ. കർത്താവേ, ആമേ കുടുംബജീവിതത്തിൽ ആമേ കർത്താവെ വലിയ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് ആമേൻ തലമുറകളെ നൽകി കൊടുത്ത് കർത്താവ് മാനിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച ആയതുപോലെ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ആമേ കടഭാരങ്ങളാലും ഞെരുക്കങ്ങളാലും കഴിയുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് വലിയ വിടുതൽ അവരുടെ ജീവിതത്തിൽ അയക്കണമേ. എല്ലാ ബാധ്യതകളെയും തീർക്കുവാൻ, എല്ലാ കടഭാരങ്ങളെയും മാറ്റുവാൻ ആമേ കർത്താവെ സ്തോത്രം ഹല്ലേലൂയ. ആമേ ഭവനത്തിൻ്റെ അനുഗ്രഹങ്ങളെ നൽകി കൊടുത്ത് കർത്താവെ സഹായിക്കുന്ന പറ്റിയുമായിട്ട് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അങ്ങ് ആമേ ഹല്ലേലൂയ സ്തോത്രം എല്ലാ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ ആമേ ശക്തനായ ദൈവമകൻ നന്ദിയോടെ സ്തോത്രം കർത്താവെ. ആയതുപോലെ കർത്താവെ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ പലവിധമായ ആമേ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ഹൃദയത്തിൻ്റെ വേദന മനസ്സിലാക്കി സ്വർഗ്ഗമെങ്കിൽ പ്രവർത്തിക്കുന്ന പറ്റിയുമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആമേ വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് ആമേ കർത്താവെ സ്തോത്രം ഹല്ലേലൂയ ആമേ വിസ ലഭിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് വേഗത്തിൽ അവർക്ക് വിസ ലഭിക്കാനും ആമേ അവർക്ക് കർത്താവെ കടന്നു പോകുവാനും സ്വർഗം വഴിയും വാനും തുറക്കുന്നതിനാണ് സ്തോത്രം കർത്താവേ. ആമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവെ ഗൾഫിൻ്റെ മേഖലകളിലും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലും ആമേ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുമുണ്ട്. അവരെല്ലാം അങ്ങ് കാത്തു പരിപാലിച്ചോളണമേ. കർത്താവെ, ആമനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ യുദ്ധം ആമൻ ആർക്കും ഒരു ദോഷവും വരുത്തുവാനിടയാകാതെ അവിടുത്തെ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം മുദ്രയിട്ട് ദൂതന്മാരുടെ കാവലി പരിപാലിക്കാനായ സ്തോത്രം. വേഗത്തിൽ തന്നെ കർത്താവെ ഈ യുദ്ധം നിർത്തൽ ചെയ്യുവാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. കർത്താവെ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ആമേ യുദ്ധങ്ങൾ കർത്താവെ നിർത്തലാകുമെന്ന് ഞങ്ങൾക്കറിയാം. സ്തോത്രം ഹല്ലേലൂയ. ആമേ പിടിവാശിയുണ്ട്. ആമേ കർത്താവെ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവെ അവിടുന്ന് ഇടപെടണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർക്കൊക്കെ സുബോധം നൽകണമേ. കർത്താവെ സ്തോത്രമല്ല, പരിജ്ഞാനം നൽകണമേ. ആമേ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല ആമൻ എന്ന് അങ്ങ് അവർക്ക് ബോധ്യമാക്കി കൊടുത്ത് ആമേ യുദ്ധത്തിൽ നിന്ന് പിന്മാറുവാൻ, സമാധാനപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുവാൻ സ്വർഗം നേതാക്കന്മാരോട് രാജാക്കന്മാരോട് ഇടപെടണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും സ്വർഗം കേട്ടതിനാണ് സ്തോത്രം. കർത്താവെ, അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചതിനായ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് മുൻപേ കടന്നു പോകുന്നതിനായ സ്തോത്രം. അങ്ങയുടെ പൊന്നുനാമം മഹത്വപ്പെടുന്നതിനായ സ്തോത്രം. സകലവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേട്ട് ഉത്തരമരണമേ സ്വർഗീയ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു. കർത്താവ് എല്ലാവരും സഹായിക്കും, അനുഗ്രഹിക്കും. കരിസ്മ പ്രയർ മിനിസ്ട്രി എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരാ നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.